ഒരു നാളെ എല്ലാരും കത്തിപ്പോയി. ആ ഏതോ എമൗണ്ട് ഇട്ട് മൊത്തം കത്തിപ്പോയേട്ടാ. അൺഎക്സ്പെക്ടഡ് ബട്ട് നീല് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അവൻ്റെ ചാനലെടുത്ത് അവൻ്റെ മോണ്ടേജസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്ലെയർ ആണ്, നല്ല സെൻസിബിൾ ആയിട്ടും ഇതായിട്ടൊക്കെ കളിക്കുന്ന നല്ല പ്ലെയർ ആണ്. പറടാ. കത്തിപ്പോയല്ലേ? വെരി ഗുഡ്. അമ്പത്തൂര് ഒരു വെളുക്കം പോലും പറഞ്ഞില്ല സ്ലോട്ട് എന്താടാ വിടാതിരിക്കുന്ന അവൻ കയറുമ്പോഴൊന്നും മിണ്ടുന്നില്ല. ഇല്ല ഞാൻ ഈ വീക്ക് നീലിനെ സ്ലോട്ടിൽ ഇടുന്നത് ഞാൻ നിന്നെ മാറ്റിയിട്ടാണ്. അത് അമ്പത്തൂരിന്റെ അടുത്ത് പറച്ചില്ലായിട്ടിരിക്കാൻ പറ. അവന്റെ വാടത് തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇന്ന് എന്ത് ആവശ്യമായിരുന്നു കേട്ടില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു സിറ്റിസൺ ആയാലും നിന്നെ സിറ്റിസൺ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാങ് സസ്പെൻഷൻ അങ്ങ് മേടിക്കും. എന്നിട്ട് ഈ സിറ്റിസൺ ആയിട്ട് കൊണ്ടുപോകാനില്ലേ അവന്മാരെ നമ്മളങ്ങ് പൊസക്കും എടുത്തിട്ട്, മനസ്സിലായോ? എന്നൊക്കെ നീ വിചാരിക്കും. പക്ഷെ നിന്നെ പോലെ ഒരു മൊണ്ണയ്ക്ക് വേണ്ടി എന്റെ ഗ്യാങ്സിലോട്ട് നശിപ്പിക്കണോ? അമ്പത്തൂരിനല്ല, നിന്റെയാണ് ഞാൻ മാറ്റണേ. ജനത ഫുള്ളി. എടാ ഒരു ഇതാരാടാ ഇമോട്ട് ഇട്ടത്? എക്സ്പ്ലനേഷൻ വീഡിയോ വരുമ്പോ ഒന്ന് പറയണേ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. കാരണം ഇത് ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം ഒന്ന് അറിയണം. ഈ വെളിയിലത്തെ അബ്യൂസ് ചെയ്തവനെ ഇത് MRP പുറത്താക്കി കഴിഞ്ഞതിനുള്ള ശേഷം കാര്യം പറയുവാണേ. ഈ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ഈ POVയില് പുറത്ത് കാണിക്കാത്ത വേറൊരു ക്ലിപ്പ് ഉണ്ട്. ഞാനത് പുറത്ത് കാണിച്ചിട്ട് ഞാൻ അലീനെ കൊണ്ട് റിയൽ ലൈഫിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യിപ്പിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് അറിയണം. എനിക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. നമ്മളിത് കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടേ നമ്മളിത് മിണ്ടാതിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ലൈവ് എന്താണെന്ന് അറിയണം. ഇത് സർക്കാസം ആണോ ഇതാണോ? എക്സ്പ്ലനേഷൻ ലൈവ് വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് ഒന്ന് പറയണം. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണണം. കുറെ നാളായി ഒന്നും ചെയ്യാത്ത പാവ അലീനെ പിടിച്ച് നമ്മുടെ ഈ സിറ്റുവേഷനിൽ ഇതാക്കണം. കുറച്ച് ദിവസങ്ങൾ எனக்கு நீ മലയാളത്തിലേ സംസാരിക്ക, അതുതാ എനിക്ക് വേണം. എടാ അവനെന്തി അവനെ കൊണ്ടുവന്നോ? ഓ ഇതാണല്ലേ അവൻ. വെൽക്കം. എടാ നിനക്ക് തമിഴ് അറിയാവോ? മനസ്സിലാവും, സംസാരിക്കുമ്പോ കുറച്ച് പാടാണ്. ഓസിയില് നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, ഒന്നും കേക്കുന്നില്ല. ഓസിയില് നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, കേക്കാവോ? എടാ അത് ഇങ്ങോട്ട് വാ, കൊളീഷൻ ഉണ്ട് അവിടെ കൊളീഷൻ ഉണ്ട്, വാ. എടാ ഓസിയില് നിന്റെ സ്ഥലം എവിടെ ശരിക്കും? എന്റെ വർക്കലാണ്. നീ തുടക്കം വന്നപ്പോ നിന്റെ സ്ലാങ്ങില് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളുടെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ വന്നു കേട്ടാ. അത് എന്താ പേരിടല്ലോ? അതങ്ങ വേറെ സൈഡാണ്. അത് ലേറ്റ് ഞാൻ ഇപ്പൊ മാറ്റിട്ട് വരുന്നേ. സൈലന്റ് ആയിട്ടിരിക്കുന്നേ പേടിയുണ്ടല്ലോ. വർക്കല എവിടെ നീ? അപ്പൊ പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. നീലിനാണ് പേര്. എല്ലാരും പരിചയപ്പെടുക, സമയം കിട്ടുമ്പോ പരിചയപ്പെടുക, ഇതാക്കുക. നീല വന്ന് ഇങ്ങോട്ട് വന്നേ. നീ ഇരിക്കണ്ട, ഇങ്ങോട്ട് വെല്ലോട്ട് വന്നോ. ഇങ്ങോട്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാരും അത്യാവശ്യം ആൾക്കാരെയൊക്കെ നിനക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടുക, ഇന്ററാക്ട് ചെയ്യുക. നമ്മുടെ ഒരു കോ ലീഡറിന് വന്നിട്ടില്ല, പുള്ളിയുടെ സുന്നത്താണ്. രണ്ടാമത്തെ കോ ലീഡർ ഇവിടെ നിൽപ്പുണ്ട്.
ഇത് കൂടാതെ നമുക്കൊരു വേറൊരു കോലീഡർ ഉണ്ട്, ബാബു നമ്പൂതിരി. പുള്ളി വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ട്, ജോക്കി എന്നാണ് പേര്. ജോക്കി എന്ന് എത്തിയിട്ടില്ല. സാധാരണ എല്ലാ ദിവസവും വരുന്നതാണ്, ഇന്ന് പുള്ളി വന്നില്ല. അപ്പൊ പുള്ളി വരുമ്പോ പുള്ളിയെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടണം. പിന്നെ ഇവിടെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരാൾക്ക് പോലും റിലേഷൻഷിപ്പ് ഇല്ല ഈ കൂട്ടത്തില്. ഇവരെ ആരെയും ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ വിടത്തില്ല. പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കയറ്റാൻ പാടില്ല. ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണിനെ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഇവരെല്ലാം സിംഗിൾസ് ആണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ PvPയുടെ വിങ് സ്ട്രോങ് ആക്കുക. നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാനും ഇതാക്കാനും പോകരുത്. സിഗ്മ. അതെ, അതാണ് നമ്മുടെ ടാർഗറ്റ് തന്നെ അതാണ്. അപ്പൊ നിനക്ക് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ നീലിനെ ക്ഷണിച്ചു കൊള്ളുന്നു. 2 വാക്ക് എല്ലായിടത്തും സംസാരിക്കേണ്ടതാണ്. ഹലോ. താങ്ക് യു സോ മച്ച്. അതെങ്ങനെ തള്ളക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? ആണല്ലേ? നൈസ് 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 നൈസ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. അല്ല, നിന്നെ വിളിക്കാത്ത ആരെങ്കിലും കമ്പ്യൂട്ടറിലുണ്ടോ? അയ്യോ, സത്യം പറഞ്ഞാ എടാ കണ്ണാപ്പി, എടാ നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ലാത്ത, അതായത് നമ്മൾ ഒരു വാർ പോലും ആവാത്ത ഗ്യാങ്ങിലെ ഒരു മെമ്പറിനോട് പോയി നിന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവൻ തൂറി എറിഞ്ഞ് മുഖത്തൊട്ടിക്കും. അവർക്ക് പോലും നിന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. നീ ഇവിടെ ഇരുന്ന് വർത്താനം പറയരുത്. അപ്പൊ പറഞ്ഞോ സംസാരിക്കേ. എന്തായാലും നിന്റെ ഒരു ജേണിയെ പറ്റിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിനക്ക്. സിറ്റി വരുന്നതും കേറുന്ന T47 വേറെ ആണ്. വേറെ എവിടെയും കളിച്ചിട്ടില്ല. അപ്പൊ ഇവിടം വരെ എത്തിയത് അവര് കാരണമാണ്. പിന്നെ അതാണ് ജേണി. അവിടെ നിന്ന് തുടങ്ങിയാണ് ഇപ്പൊ ഇവിടെ എത്തി. വേറെ എവിടെ എങ്ങനെ കളിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ എത്ര നാളായിട്ട് T47 ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷമായുള്ളൂ. അപ്പൊ നീ ഇതിനകത്ത് വന്നിട്ട് 1.5 വർഷമായുള്ളൂ. T47 മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നല്ല ഹാപ്പി ആയിട്ടാണ് പറഞ്ഞിട്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പാപ്പൻ IQ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും അപ്പാപ്പനാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിൽ ചെയ്യണം. അപ്പാപ്പ പ്ലീസ്. ഫിസിക്കലായിട്ടൊന്ന് ഞാൻ ഗൈഡ് ചെയ്തതുള്ളൂ. നീ എണീറ്റ് വാ, ഇങ്ങി വാ, പന്തരം വാ. അല്ല, ഇവന്റെ കോച്ച് എന്തുവാ കോച്ച് അറിഞ്ഞില്ലേ? ഹലോ, കേക്കാവോ? ആയിട്ടിരിക്കുന്നു. എല്ലാരും ഇവിടെ ഇരിക്കുന്ന എല്ലാരും അറിയാമോ? അവന്റെ ഫോൺ അടിച്ചു പോയി. മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിട്ടുള്ളത്? ഏത് ഗ്യാങ്ങിലുള്ളവരോട് അതവര് ഒരുമിച്ച് കളിച്ചപ്പോ വിളിച്ചത് തെറിയാണോ? അത് മറ്റേ ചോദ്യം ആരാണ് ഇഷ്ടം? നീലെ ഗ്യാങ് കയറുന്നതിന് മുന്നേ ഈ ഗ്യാങ്ങിന്റെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിനക്ക് ഈ ഗ്യാങ്ങില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്?
അത് ഒരാളെ ചൂസ് ചെയ്യണം, ഒരാളെ ചൂസ് ചെയ്യണം. ഒരു വ്യക്തിയുടെ പേര് കറക്റ്റ് ആയിട്ട് specify ചെയ്യണം. ഒരാൾക്ക് പറഞ്ഞാ ബാക്കി എല്ലാവർക്കും അല്ല അങ്ങനെ ഈഗോയ് കോംപ്ലക്സ് ഒന്നും എടുക്കാറില്ല. അങ്ങനെ ഈഗോയ് കോംപ്ലക്സ് ഇതിലും വാസ്തവത്തിൽ ഈ റിക്രൂട്ടിലും വാസ്തവന്റെ പേര് അവര് പറഞ്ഞില്ലേ. അത് നല്ല അവരൊരുമിച്ച് കളിച്ചു വന്നാലല്ലേ അവര് അങ്ങനെ കൊണ്ട് അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അതെ അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. നിനക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത വ്യക്തി ആരാ? അല്ലല്ല അത് ഓടച്ച അത് വെളിയിൽ നിന്ന് നോക്കുമ്പോ അതെ അവരൊരു മലരനാഥ് തോന്നിട്ടുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല കണ്ണാപ്പി, അതിലൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല. വെളിയിൽ നോക്കുമ്പോഴേ എടാ ഞാൻ പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് ആ കണ്ണാപ്പി. വെളിയിൽ നോക്കുമ്പോ നീ ഒരു മൈനാണെങ്കിലും നിന്നെ റിയൽ ലൈഫിൽ അറിയാവുന്നവർക്ക് അറിയാം നീ ഒരു കുട്ടയാണെന്ന്. അതെ. അടുത്ത ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ഇനി വേണം ചോദ്യം. പിന്നെ ശരി നീല് ശരി ഇപ്പൊ നീ ടി വി കേറിയില്ലേ? അപ്പൊ നിനക്ക് ഇപ്പൊ ഒരു വാർ വരികയാണെന്ന് കരുതിക്കോ. അപ്പൊ നിനക്ക് അടുത്ത ഏത് ഗ്യാങ്ങിനെ അടിക്കണമെന്നായിരിക്കും ഇപ്പൊ ടി വി കയറിയതിനു ശേഷം നിനക്ക് ഉണ്ടാവുക മനസ്സിലാദ്യമേ? ഇങ്ങോട്ട് വരാനാണോ അടിക്കുക? അങ്ങനല്ല, നിനക്ക് അടിക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഇന്ന ഗ്യാങ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഗ്യാങ് ഏതാ? അങ്ങനെ ഇങ്ങനെ ഒപ്പോണൻസ് ആയിട്ട് ഇപ്പൊ ആരുമില്ലല്ലേ. നമ്മളെ പറഞ്ഞല്ലേ നമ്മള് ഇങ്ങോട്ട് അടി വരുന്നിടത്തോളം കാലം ഇനി നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരിക്കും. അല്ലാതെ വേറെ എന്താ വേറെ സ്നേഹത്തിൽ ചോദിക്കണ്ടോ നിനക്ക്? നിനക്ക് ഇവരോടത്തില് ചോദിക്കണ്ട. ആ ഒരു ചോദ്യം ചോദില്ലേ? നീ കൊണ്ടുവന്നാണോ ചോദിക്കേ? ആ എന്നെ അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല, എല്ലാരും അടിച്ചിട്ടുണ്ട്. വെറുപ്പിച്ച് എല്ലാരും അടിച്ചിരുന്നോ എന്നെ ഓൾറെഡി? ഇനി വെറുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാം. എടാ മുച്ചിരി എണ്ണീറ്റേടാ. മലയാളം പറയൂല മുച്ചിരി എണ്ണീറ്റ്. ഇതൊക്കെ ഐക്യു ടെസ്റ്റും ഇതെല്ലാം കഴിഞ്ഞു. ഇനി നീ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തവന്റെ. ഹായ് ബ്രോ. ഹലോ ഹലോ. എന്താടാ ഞാനെന്തും ഉണ്ടാനി? എന്തിനു കേട്ടില്ല? ഹലോ ഞാനെന്തും ഉണ്ടണ്ടേ? വാട്ട് ഐ സ്പീക്ക്. എടാ അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ നിന്നെ നമ്മൾ ഇവിടെ എടുത്തത് എന്തുകൊണ്ടാ? നിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടിട്ടല്ലേ മുച്ചിരി? അല്ലാതെ നിനക്ക് വെടിവെക്ക് അറിഞ്ഞിട്ടാണോ നിന്നെ ഇവിടെ എടുത്തേ? അപ്പൊ നിന്റെ നീ ഒരു കമ്മ്യൂണിക്കേഷൻ നിന്റെ ഐക്യു നിന്റെ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടല്ലേ നമ്മൾ എടുത്തത്? നമുക്ക് ഐക്യില്ല, അതാ പൊട്ടനാണ്ട് കിട്ടിയത് തന്നു. അങ്ങനല്ലടാ, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടടാ നിനക്ക്. അതാ ഞാൻ ചോദിച്ചത്. നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിനക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ നിന്റെ കമ്മ്യൂണിക്കേഷൻ നീ അവനോട് അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേ? ഇത് നേരത്തെ പറഞ്ഞു. തിരുവനന്തപുരം. നീ കേരളത്തിലല്ലടാ മുച്ചിരി. അടുത്ത ചോദ്യം. അടുത്തതാണെങ്കിൽ നിനക്ക് വെടിവെക്കാൻ അറിയോ? ഇല്ല. നമുക്ക് അങ്ങനെ മുണ്ടാൻ പറഞ്ഞ മുണ്ടാ അറിയില്ല എന്നാ, അതാ പ്രശ്നം. നിനക്ക് അല്ലാത്തപ്പോ 100 നാവാണല്ലോടാ നിനക്ക്. അവന്നെ ഏത് തന്നെ
100 നാവ്. നീ അവിടെ പോയിരുന്നു. ആ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വെൽക്കം. അവിടെ ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു ടി വി. അപ്പൊ അപ്പൊ സിറ്റുവേഷൻസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിവിടെ ഇവന്മാരെല്ലാം ഉണ്ടാവും. പകലും രാത്രിയിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ഒരു ഫാമിലി പോലെ നമുക്ക് മുന്നോട്ട് പോവാം. വലിയൊരു ചോദ്യം മിസ്സായി പോയി. എന്താണ്? ഒരു നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ടി വി? നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? ഹോണസ്റ്റ് ആയിട്ട് പറയണം. അത് നിനക്ക് ഇനി ഓസി ആയിട്ട് എന്തുമായിട്ട് വേണമെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറയണം. ടി വി എന്തുകൊണ്ട് ടി വി യൂസ് ചെയ്തു എന്നുള്ള ഇത് പറയണം. എല്ലാരും കേറുന്ന കയറിയത് അങ്ങനെ എല്ലാരും കേറുന്ന അങ്ങനെയല്ലോ. അങ്ങനെയല്ലോ. അല്ല അങ്ങനല്ല, നിനക്ക് വേറെ കാര്യം കയറിയാൽ മതിയല്ലോ. എന്തുകൊണ്ട് കയറണമെന്ന് തോന്നി? അതാണ് ചോദ്യം. അത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കേറി ടെസ്റ്റ് റോക്ക് ഉണ്ട്. പിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു കേറാൻ. അങ്ങനെ ഞാൻ കൂടുതൽ ചോദിച്ചു കുഴപ്പമില്ല. അല്ലല്ല അപ്പൊ ഈ സെനാറിയല്ല, അത് ഈ സെനാറിയല്ല. അത് പറഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാണ്. അത് വേണ്ട. കണ്ണാപ്പി നിനക്കെന്തെങ്കിലും ചോദിക്കണ്ടോ അതിനോട്? പുതിയൊരു മെമ്പറിനോട് നിനക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് അങ്ങനൊന്നും ഇല്ല. നമുക്ക് ഉപദേശമൊന്നും ഇല്ല. ഇനി നമ്മള് ഡീസന്റ് ആയിട്ടുള്ള വള്ളികളൊക്കെ എടുക്കുക. അനാവശ്യമായിട്ട് വണ്ടി തട്ടി പിന്നെ അവൻ നോക്കി തിരിച്ച് വണ്ടിക്കകത്തിരുന്ന് ഡീസന്റ് ആയിട്ട് വള്ളി എടുക്കുക. ഇതിനു മുമ്പ് എങ്ങനെയാണ് സിറ്റുവേഷൻ പിടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പേ ഇല്ലില്ല, ഞാൻ വള്ളി എടുക്കാറില്ല. വള്ളി എടുക്കാറില്ല? ഇല്ല. അപ്പൊ ബാക്കിയുള്ളവരാ ഗ്യാങ്ങിലുള്ളവരാണോ വള്ളി എടുത്തോണ്ടിരുന്നത്? അതെ. അപ്പം അടി മാത്രമേ ഉള്ളു? ആ, അടിച്ചു കഴിഞ്ഞ് ഒന്നും കുണയത്തൊന്നുമില്ല, മിണ്ടത്തൊന്നുമില്ല? സംസാരിക്കുന്ന ആരാന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? അടുത്ത് കുണക്കും, ഇങ്ങോട്ട് കുണച്ചിട്ടുള്ള അടുത്ത്. അല്ലാത്തവരുടെ കുണയ്ക്കൂല? ഇല്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരുത്താൻ കുണച്ചു കഴിഞ്ഞാൽ നീര് കുണക്കത്തില്ല? അങ്ങനെ കൂടെ ഉള്ളടത്ത് കുണച്ചാ കുണക്കും. പിന്നെ ഇതല്ലേ ഞാൻ ചോദിച്ചതായിരുന്നിട്ട്, കുണക്കൂല്ലേന്ന്? ഇങ്ങോട്ട് കുണക്കുകയാണെങ്കിൽ കുണക്കും, അല്ലാണ്ട് അങ്ങോട്ട് കയറി കുണക്കില്ല. എടാ ഞാൻ ചോദിച്ചേ, ഇങ്ങോട്ട് കുണയ്ക്കുമ്പോ അല്ലേ നമ്മൾ അങ്ങോട്ട് കുണച്ച് മാറാവുന്നത്? ഇവനെ ഇപ്പഴും ഗ്യാങ് ലിസ്റ്റ് ചെയ്ത് മാറ്റില്ല. ഇവന് ഇപ്പത്തിന് ഇവിടുന്ന് ഇറങ്ങി ഡ്രസ്സും മാറി വാറായിട്ട് വരും. ഒരു സംശയമില്ല. ഇനി ഈ കൊണ്ടുവന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്താ സംസാരി. പിന്നെ സുഖമൊക്കെയാണോ? സുഖം. പിന്നെ ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വള്ളിയൊക്കെ നമ്മൾ പിടിച്ചുതരും, അടിച്ചാൽ അവൻ ഇനിച്ചില് മാത്രമേ ഉള്ളൂ. പ്രീവാറില് പറഞ്ഞില്ല. ഇവൻ ഇനിച്ചില് കേറാറില്ല. ഞാൻ ഇടാറില്ല. ലൈനപ്പിലൊക്കെ ഇടാറില്ല അവനെ. ആദ്യത്തെ ഓരോ ഇനിച്ചില് വള്ളി പിടിച്ചു തരും. അപ്പൊ ഇനിഷ്യലി നിങ്ങളൊക്കെ പിടിച്ച് കയറിക്കോണം. പിന്നെ നീല ഒരു ഇതുണ്ട്. അതായത് ഇനിഷ്യലിൽ ഇവനെ അടിച്ചിട്ടിട്ട് നമ്മള് പറഞ്ഞു വിടും. അപ്പൊ പ്രീവാർ ജയിക്കുവാണെങ്കിൽ അവനെ വിളിക്കണം. കാരണം അവന് ഡയലോഗ് അടിക്കണം. അപ്പൊ പ്രീവാർ അങ്ങനെ ഒരു റൂള് നമ്മുടെ ഇവിടെ വിട്ടനായിട്ടുണ്ട്. കണ്ണാപ്പി അങ്ങനെ വിളിക്കണം. വിളിച്ചാൽ മാത്രമേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഡെസ്ട്രോയ്ക്ക് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഡെസ്ട്രോ പിന്നെ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ്ഡ് ആയി ഡെസ്ട്രോ. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവണം. നിന്നെ യൂസ് ചെയ്യും അല്ലെ? നമ്മള് നമ്മുടെ ഇനി ഒരു IGL ഉണ്ട്. IGL ഒന്ന് പറഞ്ഞേ ബ്ലാസ്റ്റ് പ്ലീസ്. ഇതിപ്പോ പേര് ഇതിപ്പോ നീല് നമ്മളിപ്പോ ഇപ്പൊ കൺഫ്യൂഷൻ ആവലടാ. ഇപ്പൊ വാറില്ലേ നമ്മള് നീലേ എന്ന് വിളിച്ചാ നീലൻ വിളിയേക്കൂല. ഇപ്പൊ ഇല്ല, ഞാൻ വിളിയേക്കില്ല. നമുക്ക് നീലേട്ടാന്ന് വിളിക്കേണ്ടി വരും. നീൽ മീറ്റ് മിസ്റ്റർ നീലൻ. ഇതാണ് നമ്മുടെ IGL. കറന്റ്ലി നമ്മുടെ IGL ആയിട്ട് നിൽക്കുന്നത് നീലനാണ്. പക്ഷെ നിനക്ക് വേറെ എന്ത്, നിനക്ക് നീലിന്റെ കൂടെ എന്തെങ്കിലും ഒരു പേരിടണമല്ലോ. ബ്ലൂ നീൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് റേഡിയോ വാറലോ അല്ല അങ്ങനെ വല്ല വിളിച്ചാൽ മതി കേട്ടാ.
ഇല്ല അത് കൺഫ്യൂഷൻ ആവണ പേര്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പേരൊക്കെ ഇടാം. ഉണ്ണിക്കുട്ടൻ ഇങ്ങനെയൊക്കെയുള്ള പേര്. അയ്യ. നീലേട്ടൻ എന്നുള്ള നീയേ ആ ചെറുക്കന്റെ പേരൂടെ കളയാനാ. അവന് ഈ സിറ്റിയിൽ ഒരു നല്ല പേരുണ്ട്, മനസ്സിലായേ? അവന്റെ ഉണ്ണിക്കുട്ടൻ. ആ ആ. എത്ര വയസ്സുണ്ട്? നീല എത്ര വയസ്സുണ്ട്? 18 അപ്പൊ അത് കൊച്ചു പയ്യനാണ്. 18 നല്ല പേഴ്സ് നമ്മളൊക്കെ ഇങ്ങനെ അണ്ണാന്ന് വിളിക്കേണ്ടിയില്ല. ഇവിടെ അങ്ങനെ ഇല്ലടാ. ഇവിടെ അങ്ങനെ പ്രായം നോക്കിട്ടല്ലേടാ ഇവിടെ അത് വിളിക്കുന്നത്. ഇവിടെ ഹൈറാർക്കി ഉണ്ട്. നീ അണ്ണാന്നൊന്നും വിളിക്കണമെന്നൊന്നും അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് ഈ പറയണത് പോലെ ഇവിടെ നിനക്ക് കുറച്ച് ദിവസം കളിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഹൈറാർക്കി ഇവിടെ ലീഡർ, കോ ലീഡർ അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും മെമ്പേഴ്സ് ഇവിടെ. അല്ല നിനക്ക് നിന്നോട് പറയാൻ വെച്ചത് വാസവനെ അങ്കിൾ എന്ന് വിളിച്ചാലും മതി, കുഴപ്പമില്ല. വാസു അങ്കിൾ. അപ്പൊ ഞാൻ കിളവാതെ വിളിപ്പിക്കണ അപ്പൂപ്പാന്ന് വിളിപ്പിക്കട്ടെ. വേണ്ട വേണ്ട, അണ്ണാതുള്ളിയാടാ, അണ്ണാതുള്ളി. അവിടെ ആളെ തമ്മിൽ ഒരാവശ്യമില്ല. പോയിടാ. ഓക്കെ. അപ്പൊ കേസ് അപ്പൊ അത്രേ ഉള്ളൂ. അവനെ നിങ്ങൾ പരിചയപ്പെട്ട് ഇതായിട്ട് കൊണ്ടു നടക്കുക. സെറ്റായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാഴ്ച നമ്മൾ റെഡിയാക്കി എടുക്കത്തില്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഒരാഴ്ച കഴിയുമ്പോൾ നീ വാ തുറക്കും. നിനക്ക് സംസാരമൊക്കെ ഇതിൽ കൂടുതൽ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. വിഷിംഗ് യു എ വണ്ടർഫുൾ ജേർണി വിത്ത് TV. സെക്കൻഡ് അമ്പത്തൂരിന് 2 വാക്ക്. ഇത് കിട്ടുന്നില്ല. അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. എടാ ഒന്ന് മാറിക്കട കണ്ണാപ്പി ഒന്ന്. 52 വാക്ക് സംസാരിക്കാം. വെൽക്കം വെൽക്കം. താങ്ക് യു അമ്പത്തൂര് 2 വാക്ക് സംസാരിക്കാം. അമ്പത്തൂരോട് വിളിക്കാം. വാ ഒരു വെൽക്കം പോലും പറയണം. ബാക്കി എല്ലാവരും വെൽക്കം പറയുമ്പോ അവര് വെൽക്കം പോലും പറഞ്ഞില്ല. എന്തോ ഒരു പേടിയുണ്ട് അവന്റെ ഉള്ളിൽ. അവന്റെ സംസാരത്തിന് പേടിയുണ്ട്. ഇവനൊരു ഹാപ്പി മെറ്റീരിയലാണ്. എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് ഇവരൊരു ഹാപ്പി മെറ്റീരിയൽ ആവുക. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഫ്ലെക്സ് ഒക്കെ അപ്പാപ്പന്റെ ബർത്ത്ഡേ ഫ്ലെക്സ് ഒക്കെ കീറിട്ട് നമ്മള് നെഞ്ചത്ത് വാസണ്ണ നെഞ്ച് പറഞ്ഞു അപ്പാപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ച് എല്ലാം കീറി കളഞ്ഞ് വണ്ടി CC-യിലാ എടുത്തത്. അണ്ണന്റെ പേര് അത് CC-കാര് കൊണ്ടുപോയി. ഫ്ലെക്സ് ഒക്കെ കീറിയോ? ആ പട്ടിക വെച്ച് വേറെ ഫ്ലക്സ് അടിച്ചു. പിന്നെ ആ സ്ഥലം വേറൊരാൾക്ക് ഞാൻ മറച്ചു വെച്ച്. കാരണം കുറെ നാളായില്ല അവിടെ വേറെ ബർത്ത്ഡേ നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ പട്ടി കല്യാണം ബർത്ത്ഡേ എല്ലാം ഇപ്പൊ അവിടെ നടക്കുന്നത്. പിന്നെ വണ്ടി CC പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്. KVയൊക്കെ ഒരു 5 ദിവസം നോക്കിയിരുന്നായിരുന്നു അപ്പാപ്പന്റെ ബർത്ത്ഡേ. പിന്നെ ഒരു മാസം കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് പിന്നെ അതിലൂടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി. അല്ല സംഭവം ഈ സർപ്രൈസ് ഞാൻ പുള്ളിയുടെ അല്ല കൂട്ടത്തെ കയറ്റി ആടിയെ. പുള്ളി അത് പ്രതീക്ഷിച്ചിരിക്കും. ഒന്നും പറയാനില്ല. ഇതെന്താ അപ്പാപ്പന്റെ ബർത്ത്ഡേയുള്ള ചെലവ് എഴുതാണോ പുള്ളി? ഹേ ഹലോ ഹലോ. യെസ് എന്താണ് എഴുതുന്നത്? എല്ലാവർക്കും എന്താ ഇഷ്ടം ഏത് ഇഷ്ടം? ഇവരാരെല്ലാം കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ കൊച്ച്? ഇല്ല എന്റെ ഇഷ്ടം ഫുഡ്. അവന്റെ ചാനലിന്റെ നെയിം എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കണം. എടാ നിന്റെ ചാനലിന്റെ നെയിം എന്താ? അങ്ങനെ ഒന്നുകൂടെ ചുമ്മാ ഉപയോഗിക്കാറില്ല. മാസല്ല മാർസ് ചുമ്മാ ഇട്ടേന്ന്. അല്ല നീ വേറെ ഫ്രഷ് ആയിട്ട് ചാനൽ തുടങ്ങുവാണെങ്കിൽ പറഞ്ഞാൽ മതി. അതാണ് ഡെഡായിട്ട് കിടക്കുന്ന ചാനലാണ് ചെയ്യാതെ ആദ്യം തൊട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ എടാ പറ്റുന്നവരൊക്കെ പുറത്തോണ്ടാവേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാർപ്പിലോട്ട് വരാം. സോ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു റിക്രൂട്ട്മെന്റ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആർന്നാലും ഞാൻ കുറച്ചേരം RP ചെയ്യാം. നമുക്ക് RP തിരിച്ചുകൊണ്ട് തന്ന് കയറാം. എനിക്ക് സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് എനിക്കൊന്ന് അറിയണം ഇതിന്റെ അടിസ്ഥാനം. കാരണം
നമ്മള് കാരണമാണ് നമ്മുടെ ഒരു TV എന്നുള്ളൊരു ഫാക്ടറിൽ അലീന എന്ന് പറയുന്ന നമ്മുടെ കൂടെ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതാക്കുന്നു എന്ന് പറയുന്ന പേരില് ഇതിപ്പം രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് നടക്കണത്. അല്ല മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് നടക്കണേ. അതായത് ഇതിനു മുമ്പ് വേറൊരുത്തിനിരുന്ന് ടെക്സാസിൽ ഒരുത്തിനിരുന്ന് അലീനെ പറ്റി അപരാധം പറഞ്ഞതാണ് ഇതിനു മുമ്പ്. അന്നേ ആ സമയത്ത് നമ്മളിത് ഓൺ ചെയ്ത് ഇതാക്കിയതാ. എന്നിട്ട് ഇവന്മാർക്ക് തല കയറിയിട്ടില്ല ഇതൊന്നും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് ആരുടെ ലെവലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞൂടാ ഇത് ആരുടെ ലെവലാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. എക്സിറ്റ് അടിക്കുന്നില്ല. ഷമീർ MRC ലീവ് ചെയ്തു. ഷമീർ MRC ലീവ് ചെയ്തു. ഷമീർ MRC ലീവ് ചെയ്തോ? എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഗെയിം ക്യാപ്ചർ ഓഫ്ലൈൻ വിഷയാണ്. നെറ്റ് റീചാർജ് ചെയ്തോന്ന്. ഇന്നാണ് എന്റെ നെറ്റ് പോണ ദിവസം. അയ്യോ, അത് പറഞ്ഞപ്പോ എനിക്കൊരു പേടി. ഇന്നാണ് എന്റെ നെറ്റ് തീരുന്നെന്ന് തോന്നുന്നു കേട്ടാ. അവനത് പറഞ്ഞപ്പോ എനിക്കൊരു പേടി. അതെന്താ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്? അതെനിക്ക് സസ്സായല്ലോ. ഞാൻ ഒന്ന് നോക്കിയോട്ടെ ഗൈസ്, ഒരു സെക്കൻഡ്. എന്റെ നെറ്റ് ഇന്ന് 12 മണിയാകുമ്പോ എക്സ്പയർ ആവും തോന്നുന്നു. അല്ലല്ലോ പറയടാ. എടാ ഇന്ന് എന്തിനാഴ്ചയാ? എന്താണ് ഇന്ന് എന്തിനാഴ്ചയാ? നാളെ ബുധനാഴ്ച. അപ്പൊ ഇനി സ്ലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ അടുത്ത ശനിയാഴ്ചയല്ലേ പറ്റുള്ളൂ? പറ്റത്തുള്ളൂ. ഓ, അപ്പൊ ഇനി അവന് 5-6 ദിവസം കളിക്കാൻ പറ്റില്ലല്ലോ? 4-5 ദിവസം കളിക്കാൻ പറ്റൂല. കളിക്കാൻ പറ്റൂല. സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ പറ്റൂല. നമ്മള് ചന്ദ്രന്റെ പരിപാടിക്ക് പോയിട്ട് വരുമ്പോ അതിന്റെ ഇടയിൽ വെച്ച് എണ്ണം ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ ചെയ്യണം. നീലിന്റെ മോണ്ടേജ് കാണുന്ന. നിന്റെ മോണ്ടേജ് ഉണ്ടോടാ? യൂട്യൂബിലുണ്ടോ? ഇല്ലല്ലോ. ഇൻസ്റ്റ പറ്റൂല. എനിക്ക് ഞാൻ ഇൻസ്റ്റ ഒന്നും ലോഗിൻ ചെയ്തിട്ടില്ല. നീഗന്റെ സ്ലോട്ട് അല്ലേ കൊടുക്കുന്നത്? അങ്ങനെ നീഗന്റെ സ്ലോട്ട് ഒന്നല്ല ബ്രോ. അവൈലബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ഒരാഴ്ച ഞാൻ ഇനി അങ്ങനെ നോക്കും. ഞാൻ ശ്രദ്ധിക്കും വാറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. അതിനനുസരിച്ച് വീക്ക്ലി ഞാൻ മാറ്റി ഇടത്തേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആളുടെ സ്ലോട്ട് കൊടുക്കുക എന്നുള്ളൊരു സാധനമല്ല. അവൈലബിലിറ്റി ഞാൻ നോക്കും. ഞാൻ നോക്കിയതിനനുസരിച്ച് മാറ്റി ഇടും. അത്രേ ഉള്ളൂ. ഇല്ല നെറ്റ് എക്സ്പയർ ആയിരുന്നില്ല. ഞാൻ ചെയ്തായിരുന്നു. 24 ദിവസത്തെ ബാക്കിയുണ്ട്. ഞാൻ 6 ദിവസം മുമ്പ് ചെയ്തായിരുന്നു. 6 ദിവസം മുമ്പായിരുന്നു എക്സ്പയർ ആകുന്നത്. നീഗൻ ഫുൾ ആക്റ്റീവ് അല്ല കുറേ ദിവസമായിട്ട് RPG കയറിയിട്ട് ബ്രോ. എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. ഞാൻ നോക്കുന്നുണ്ട്. വീക്കിലി 3 വാറ് വേണം. അങ്ങനൊക്കെ പറഞ്ഞ എങ്ങനെയാണോ ഗൈസ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. വീക്കിലി 3 വാറെന്ന് പറഞ്ഞാൽ ഇവിടെ വാർ എടുക്കാൻ നമ്മളോട് എടുക്കാൻ ആൾക്കാരില്ല. നമ്മളോട് എടുക്കുന്നില്ല വാറ് 3 എണ്ണം. ഇവന്മാരെ ഇനി വള്ളി പിടിക്കാൻ അഴിച്ചു വിട്ടാൽ പോലും എടുക്കത്തില്ല 3 പേര്. മനസ്സിലായ? അതാണ് പ്രശ്നം. ഞാൻ ഇത് സ്ട്രഗിൾ ചെയ്യണത്. ഞങ്ങള് ഇതിന് ചെയ്യാൻ പറ്റും. ബാലനൊക്കെ വരും. എടാ ഈ MRC എക്സ്പ്ലനേഷൻ ലൈവ് വരുമ്പോ ഒന്ന് പറയണടാ. അതൊന്ന് കാണണം എനിക്ക്. ഇല്ല, അത് ഷമീറിന് മറ്റേ ഇറങ്ങിയ കാര്യം. അത് അല്ലല്ലോ. എനിക്ക് അത് നോക്കേണ്ട ആവശ്യം. അതല്ല ഞാൻ പറയണ ഇത് ഫാൽക്കന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്താണെന്ന് അറിയണം. വന്നു. ഷമീറിന്റെ ലൈവ് തന്നെ ആണോ? അറിയില്ല, നോക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ബ്രിങ് ബാക്ക് ഫാൽക്കൺ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഷമീറെ നോർമൽ ലൈവ് മാറ്റി ഇനി അകന്നല്ലാതെ മന്ദഹസിക്കുന്ന മുഖം ചുവന്ന ഹൃദയം. ഗാങ് ഹൗസിൽ എപ്പോൾ പോകും? അത് ഞാൻ പോകും. അത് ഞാൻ ഇതാക്കിയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ പോകും. ഈഗോ ആണെങ്കിൽ ഈഗോ അങ്ങനെ പറഞ്ഞു. മൈര നിനക്ക് പോടാ ഉണ്ടേ. ഓക്കെ,
അപ്പം ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ പോലെ ഞാൻ ലീഡർ ആകാൻ വേണ്ടി നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ലീഡർ ആകാൻ വേണ്ടി ഞാൻ കൊതിച്ചു നിന്ന ആളൊന്നല്ല. ഇതിൻ്റെ പേരിൽ വേറെ കുറേ റീസൺസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ പേരിൽ വേറെ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ നാട്ടിൽ വന്നു, ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകാത്തതിൽ ഞാൻ ഈ ന്യൂ ടു RP ആണ്, മനസ്സിലായോ? ഞാൻ ന്യൂ ടു RP ആണ്. അപ്പം നിൻ്റെയും താരയുടെയും കോമ്പോ വരുമ്പോൾ 5K വ്യൂസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ബ്രദർ അബൂബക്കർ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ലീഡർ RP എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാത്തതാണ്, എനിക്ക് ഇനി ഇതില്ലാത്തതാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറ്റമായിട്ട് ഞാൻ ആർക്കും ഹെയ്റ്റ് കൊടുക്കാനൊന്നും പറയുന്നില്ല ഗൈസ്. എനിക്ക് ആരും ഹെയ്റ്റ് കൊടുക്കാനോ ഇതാക്കാനോ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം തുറന്നങ്ങ് പറയാം, ഇതോടുകൂടി ഞാൻ ഇത് നിർത്തിയെന്ന് വിടാം. പറ ശരിക്കാ, ഒരു മിനിറ്റ്, ഞാൻ വരാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ആർക്കും ഹെയ്റ്റ് തരാനോ ഇതാക്കാനോ എന്നല്ല ഞാൻ പറയുന്നത്, ആർക്കും ഹെയ്റ്റ് തരാനോ കാര്യങ്ങളൊന്നല്ല. താങ്ക് യു ഫോർ ദ കനേഡിയൻ 2 പൗണ്ട് ബ്രദർ. നല്ല കേസ്, എനിക്കത് കേൾക്കണം, എനിക്കത് എന്താണെന്ന് അറിയണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുടുംബശ്രീ അതൊന്നും അല്ല, ഇത് നമ്മളെ ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ, എന്താ ഈ പറഞ്ഞതുപോലെ ഈ അലീനയുടെയും ഈ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഡ്രാഗ് ചെയ്ത് OC-യിൽ നമ്മൾ ഈ ടെക്സാസിലെ കുറച്ച് മെമ്പേഴ്സിനെ ഇതിനകത്ത് വിളിച്ച് നമ്മൾ സംസാരിച്ചതിന്റെ ക്ലിപ്പൊക്കെ ചന്ദ്രൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ക്യാം വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഇനി ഇത് വന്നിരുന്ന് ഞാൻ അപരാധിച്ചു എന്ന് പറഞ്ഞ് വേറെ രീതിയിലാക്കും കേസ്. നമുക്കിതല്ല അറിയേണ്ടത്. ചെയ്യുന്ന സമയത്ത് ഞാൻ ആർക്കും ഹെയ്റ്റ് കൊടുക്കാൻ പറയുന്നില്ല, ആരും അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ ലൈവും കാര്യങ്ങളും വരുത്തും. അപ്പം എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ മൊത്തം കാര്യങ്ങളും നോക്കാനോ ഈ പറഞ്ഞ പോലെ ഇതാക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളോ ഗ്യാങ്ങിൻ്റെ സംഭവങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ കൂടെ ഷെയ്ക്കോ മാക്കോ എടുക്കുന്ന പോലത്തെ എഫേർട്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷേ അവർ എല്ലാവരും മറന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യൂവർഷിപ്പ് ഇല്ലാണ്ട് ഈ പറഞ്ഞ ഒരു പരിപാടി ഇവിടെ നടക്കില്ല, മനസ്സിലായോ? വ്യൂവർഷിപ്പ് ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല. MRC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ GV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ സിനിമാറ്റിക് ഇറക്കുന്നു. ഇത് കാണാൻ ആൾക്കാർ വരണം, വേണ്ടേ? ഇത് കാണാൻ ആൾക്കാർ വേണം അല്ലേ? അല്ലാതെ എന്താ കാര്യം ഇതിനെ കൊണ്ട്? ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിനെ പൊക്കി ഇതാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ തമാശ കളിച്ചിട്ടും ഇതാക്കിയിട്ടും ഞാൻ ഒരു വ്യൂവർഷിപ്പിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടുവന്നു. അപ്പം അതൊന്നും ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, മനസ്സിലായി? ഈ പറഞ്ഞ പോലെ എല്ലാവരും കുറ്റം പറയാനും ലീഡർ എന്ന് പറയാനും ഈ പറഞ്ഞ പോലെ ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറയാനും ലീഡർ കാര്യങ്ങൾ നോക്കുന്നില്ല, ഇവൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മറന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നത് ഞാനാണ്, മനസ്സിലായോ? എന്നിട്ട് അത് മാത്രം മെൻഷൻ ചെയ്യാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ചില്ല, ഇത് പറയാനുള്ള കാര്യം അവർ പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല എന്താ കാര്യം നമുക്ക് ചോദിക്കണ്ടേ. എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ ലീഡറായിട്ട് നിൽക്കുക പറയുന്നത് ആർക്കും ഒരു യോജിച്ച കാര്യമായിരുന്നില്ല, ആർക്കും ഒരു ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. അതായത് അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്ത് സംഭവത്തിനാണെങ്കിലും എന്നെ വിളിക്കാം, എന്നോട് ഇപ്പൊ ഇന്നത്തെ ഫാൽക്കൺ ഇഷ്യൂവിനാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടാണ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇതാക്കുന്നത്. എന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഐഡിയ ആണെങ്കിൽ എനിക്ക് ഇതിനുള്ള കാപ്പബിലിറ്റി ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒരു തവണയെങ്കിൽ വിളിക്കണ്ടടാ. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഒരു തവണയെങ്കിൽ വിളിച്ച് ഷമീറ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഷമീറ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നീ VC കയറ് കാര്യങ്ങൾ നോക്കുന്ന എന്നോട് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ലൈവിൽ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ഷമീർ അത് ചെയ്യുന്നില്ല, ഷമീർ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെ മാത്രം പറയാനേ എല്ലാവർക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, ആർക്കും ഏറ്റു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, എന്നെ നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഈ തൊപ്പി ആയിരിക്കാം ഇവരെ എല്ലാം ഇതായിട്ട് കണ്ടത്. അപ്പം ഞാൻ ലീഡറായി വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഈ സംഭവം. മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് എനിക്ക് തന്നെ ഫീൽ ചെയ്ത കാര്യങ്ങളാണ്, മനസ്സിലാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നോ യു റിയലൈസ്ഡ് ബ്രോ. അതെ അല്ല, എനിക്ക് ഇത് അറിയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈഗോ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാണാം, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ അവരവരുടെ എന്തോ ഒരു അവനുള്ള വിഷമം പറയണതാണ്. അതിലേക്ക് ഇതല്ല നമ്മുടെ ടോപ്പിക്, ഇതല്ല. നമ്മൾ ഇതിലൊന്നും കളിയാക്കാനും ഇതാക്കാനും പോകണ്ട. നമ്മൾ വേറെ ആളുടെ ഇതിൽ എന്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ ഷെയ്ക്ക് വീസിൽ വരാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് അതാ കേൾക്കണ്ടേ. നിങ്ങൾ ഇതിനെ ഇതായിട്ട് എടുക്കാതെ അവർ എന്തോ പറയണമെന്ന് നോക്ക്. ഞങ്ങൾക്കത് വല്ലാണ്ട് കൊള്ളും. കാരണം ഞാൻ
ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും 8 കൊടുക്കുന്നല്ല ഗൈസ്, അത് ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ആരും എടുത്തു പറയുന്നല്ല. ഈ പറഞ്ഞ പോലെ 8 ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം 8 കിട്ടിയത് അങ്കാം അല്ലേ? ആണ്. ആദ്യം ഇത് തന്നത്, ആദ്യം കൊടുത്തത് ഞാനല്ല, ആദ്യം എനിക്ക് ഇങ്ങോട്ടാണ് കിട്ടിയത്. എന്നിട്ടും ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നമ്മളെ പുറത്തുള്ള ഒരാൾ ഈഗിൾ വന്ന് ഇത് സംസാരിച്ചു, എന്ത് നിങ്ങൾ ലീഡറും തമ്മിലുള്ള പ്രോബ്ലം ആദ്യം തീർക്കുന്നത്. അപ്പം പോലും ഞാൻ ചെയ്യുന്ന എന്താ അപ്പം പോലും ഞാൻ നമ്മളൊന്നാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ കൂടെ നിൽക്കുക, MRCൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? MRC ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് കേസ്. ഇത് വെളിയിൽ സംസാരിക്കാൻ പോയപ്പോൾ പോലും ഷമീർ ഇതുവരെ ഇവരെ കുറ്റം പറയണ രീതിയിൽ സംസാരിച്ചിട്ടില്ല. സത്യമായിട്ട് എൻ്റെ അടുത്ത് അത് സംസാരിച്ചിട്ടില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആരുടെ അടുത്താണെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷമീർ ഇതുവരെ ബാക്കിയുള്ള കോലീഡേഴ്സിനും ബാക്കിയുള്ള ആൾക്കാരെയും തള്ളിപ്പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അതെനിക്ക് പറയണം. ഞാൻ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ 10 rupees. എടാ ഞാൻ അങ്ങനെ ആരും ഇതാക്കി പറയുന്നൊന്നല്ലടാ, എല്ലാവരും അങ്ങനെ ഇതാക്കി പറയും. എല്ലാവർക്കും അവരവരെ ഭാവിയുണ്ട്, മനസ്സിലാവും. എല്ലാവർക്കും അവരവരെ ഭാവിയുണ്ട്, എല്ലാവർക്കും അവരവരെ കരിയറാണ് വലുത് എല്ലാവർക്കും. പക്ഷെ എന്ന് കരുതി ഈ കരിയർ ഇതാക്കി തന്ന, ഈ GTA RP വ്യൂവർഷിപ്പ് കയറ്റി തന്ന ഒരാളെ ഈ പറഞ്ഞ ഇതിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അത് കൊണ്ട കാര്യമാണ് ഈ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ലൈവിൽ ഞാൻ അത് റിയാക്ട് ചെയ്തപ്പോൾ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാൾ പറയുമ്പോൾ അന്ന് ഞാൻ അവരെ ഇതാക്കിയാണ്, മനസ്സിലാവും. ഈഗിളിനെതിരെ ഞാൻ പറയുകയാണ് ചെയ്തത്. കാസ്ട്രോ ലൈവ് എന്താ? കാസ്ട്രോ ലൈവ് ഏതാ? 8 Bro no hate but shake nalong avoid cheyang nokin. ഇതാണോ? Shamir ka povali. ഇല്ല പോ. എന്റെ മൈക്ക് ഓഫ് ആയി പോയി. ഇത് അവരുടെ ഈ പേഴ്സണൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈക്ക് ഇതല്ല നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്താ അഭിപ്രായം പറഞ്ഞാലും 3 in 1 അതെന്താ? ഇല്ല, ഇതിനകത്ത് നമ്മൾ എന്താ അഭിപ്രായം പറഞ്ഞാലും നാളെ അത് വേറെ രീതിയിലാവും. അതുകൊണ്ട് അതിനകത്ത് നമ്മളൊന്നും അഭിപ്രായം പറയാനില്ല. നമുക്ക് അറിയേണ്ടത് മറ്റേ 11:30 നമ്മളെടുത്ത് പറഞ്ഞിരുന്ന എക്സ്പ്ലനേഷൻ ലൈവ് ആയിരുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ എന്താ അഭിപ്രായം പറഞ്ഞാലും ഇത് ലാസ്റ്റ് നമ്മുടെ തലയിൽ വെക്കുക ഗൈസ്, ഉറപ്പാണ്. ഷെയ്ക്ക് ലൈവ് വന്നു തുടങ്ങട്ടെ. സ്റ്റാർട്ടിങ് സൂണൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. അതിനു മുമ്പ് നിക്ക്, ഞാൻ ഒരു സെക്കൻഡ്, ഒരാളെ വിളിക്കാറുണ്ട്. അലീന. ഗായ്സ് SV എന്ന് പറഞ്ഞ സാധനം ഇല്ലട്ടോ, ചുമ്മാ നിങ്ങൾ എല്ലാരും. SV ഇല്ലേ? രായണ്ണാന്ന് വിളിക്കുന്നത് ഇവിടെ കുറെ പേര്. PL എന്നൊക്കെ പറയണം, രായണ്ണ PL. ഇല്ല കേസ്, ഞാൻ പറയാം. ഇതിപ്പോ ഇന്ന് നമ്മുടെ ഇതൂടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണത്തിന് നമ്മളെല്ലാരും പോകും. അപ്പൊ ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോകുമ്പോ 2 ദിവസം അത് ടിവിയുടെ ഒരു ചെറിയൊരു മീറ്റപ്പ് കൂടിയാണ്. സോ എല്ലാവരും ഇതൊരു റീസെറ്റാണ് ശരിക്കും. നമുക്ക് ടിവിയുടെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീസെറ്റാണ്. ഇതിന് ശേഷം ഈ റീസെറ്റിന് ശേഷം നമ്മളെല്ലാരും കണ്ട് സംസാരിച്ച് എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് തിരിച്ച് വരുന്നതിന് ശേഷം നമ്മളിത് വേറെ ഈ പറയണത് പോലെ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ സംസാരങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇതിവിടെ കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇത് പറഞ്ഞാണ്, ഇതിവിടെ തീർക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ തീർത്ത് ഇതാക്കുക എന്നുള്ളൊരു രീതിയിൽ ഇതാക്കിയതാണ്. പക്ഷെ ഇപ്പം
ഞാൻ പറഞ്ഞില്ല ഈ അലീനയുടെ കേസ് വീണ്ടും ഇന്ന് പൊങ്ങി വരുമെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈ മീറ്റപ്പിന് നമ്മളെല്ലാം പോയി എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് പുതിയ മെമ്പേഴ്സിനെ എല്ലാവരും അവൻ എന്തായാലും വരുമായിരിക്കും. നീല് വരുമായിരിക്കും. നീലിനെ മീറ്റപ്പിന് എന്തായാലും വിളിക്കാം. അപ്പം അവരെ കൂടെ എല്ലാം വിളിച്ച് എല്ലാം സംസാരിച്ചൊരു ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് വീണ്ടും തുടങ്ങണം. ഇനിയും വയ്യ, ഇനി ഇതിങ്ങനെ കൊണ്ടുപോയി ശരിയാകത്തില്ല. നീലിനായിട്ട് വീഡിയോ കണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി കണ്ടായിരുന്നു. എന്നാ നീലിനെ ഫോളോ ആക്കുക. ഞാൻ ഫോളോ ആക്കിക്കൂടാ. ഫോളോ ആക്കുക. അല്ല കഴിഞ്ഞിട്ട് ഫോളോ ആക്കുക. ഫോളോ ആക്കാണ്. എടാ അവൻ വർക്കിലല്ലേ, അവന് വരാൻ ഈസി ആയിട്ട് വരാം. അയ്യാറില്ല ഗൈസ്. എല്ലാരും ഓഫ്ലൈനിൽ ഒന്ന് വല്ലപ്പോഴും കാണണേ. അപ്പൊ അവിടേക്ക് ഞാൻ ക്യാമറയും ലൈവും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇതായി പോകത്തില്ലേ. കല്യാണത്തിന്റെ തിരക്ക് അതെല്ലാം ഉണ്ടാവും. അവരെ ജസ്റ്റ് പോയി കണ്ടിട്ട് എല്ലാരും വൈകുന്നേരം ഒന്ന് ചന്ദ്രൻ വ്ളോഗ് എടുക്കുന്നുണ്ടായിരിക്കും. എന്തായാലും. കല്യാണം കഴിഞ്ഞത് എറണാകുളപ്പോഴത്താ? ആര്? ഞാനോ? അങ്ങോട്ട് ഇല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എറണാകുളം വരുള്ളൂടാ. മറ്റേ എന്റെ ഡ്രൈവിംഗ് സിമുലേറ്റർ സീറ്റ് വന്ന് എനിക്ക് യൂട്യൂബിൽ 1-2 ലൈവ് ഇടണം വീട്ടിൽ ചെന്നിട്ട്. എനിക്ക് ഓക്കെ. ഞാൻ എറണാകുളം വരുമ്പോ പറയാം. എനിക്ക് വീട്ടിൽ ചെന്നിട്ടേ കുറച്ച് ലോഡൊക്കെ അടിക്കാനുണ്ട്, കുറച്ച് ഡ്രിഫ്റ്റ് കാറൊക്കെ ഓടിക്കാനുണ്ട്. കൺകുൺ ബ്ലോഗ് വരുമെന്ന് തോന്നുന്നു. അണ്ണ 2 ഡേ ബിവറേജ് ഇല്ല. അതിനിപ്പോ എന്താ ബിവറേജ് എന്താ? മിനറൽ വാട്ടർ പെട്ടിക്കട വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മൾ വെള്ളം കുടിച്ചാ ജീവിക്കുന്നത്. മനുഷ്യരെ സർവൈവ് ചെയ്യാൻ മിനറൽ വാട്ടറും ഫുഡും മാത്രം മതി. നോർമൽ വെള്ളം മിനറൽ വാട്ടർ തന്നെ വേണമെന്നില്ല. കിണറ്റിൽ നിന്ന് പോയി കുടിക്കും. സോഡ മാത്രം മതി. മറ്റേ പുള്ളിന്റെ സ്റ്റോക്ക് ചെയ്തല്ലേ? എന്ത് അനാവശ്യം പറയില്ല. കാര്യം പറ കേട്ടോ. പിന്നെ നിനക്ക് വിശക്കുന്നുണ്ടോ? നീ ചോറ് വെച്ചാൽ പോയി. ഇവൻ ഞാൻ ചിരി ചോറ് എനിക്ക് ഞാൻ തിന്നില്ലടാ ഒന്നും. എനിക്ക് വെച്ചേക്കണ് പുല്ല്. നമ്മള് ഹോട്ടലിൽ പോയില്ലടാ. അല്ല അത് എത്ര മണിക്ക്? 2:30-3 മണി. 2:30-3 മണിക്ക് എന്താണ് കഴിച്ചത്? വേറെ കഴിച്ചില്ല. ഇതിപ്പോ നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന് ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങും കേട്ടോ. ഇത് എക്സ്പ്ലനേഷൻ ഇന്ന് വരും, നാളെ വരും. അത് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്ന് ഉറങ്ങും വെക്കാറ്. എനിക്കറിഞ്ഞൂടാ. ഇന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോവാണ്. ഞാൻ ഇന്നത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോവാ. ഇന്ന് ഇപ്പൊ രാത്രിയിൽ നാളെ ട്രിവാൻഡ്രത്ത് എത്തണം. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്പലത്തിൽ പാട്ട് പാടാൻ പോണേ. ഞാൻ ഇതുവരെ അമ്പലത്തിൽ പാട്ട് പാടാൻ പോയിട്ടില്ലടാ. നാളെ എന്റെ മറ്റേ കമ്പറ്റിക്കാർ പറ്റിക്കിടുമെന്ന് തമ്മിലാൻ അറിയാം കേട്ടാ. ഞാൻ ഈ അമ്പലത്തിൽ പാടുന്ന മോശമാണെന്ന് പറയാമല്ല കേട്ടാ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ക്രൗഡിനെ ഒന്നും മാനേജ് ചെയ്യാനുള്ള സ്കില്ലില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ മറ്റേ ഈ ഉത്സവ പറമ്പിലൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുക, ഇതാക്കുക, അങ്ങനത്തെ ഒരു സ്കിൽ എനിക്കില്ല. അത് വേറെ ഈ വിധു പ്രതാപൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു സാധനം നമുക്കില്ല. കോളേജിലൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ അടുത്ത് സംസാരിച്ച് കേൾക്കുക. ഇത് എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഒന്നും മാനേജ് ചെയ്ത് അറിയത്തില്ല. അമ്പലത്തിന്റെ പേര് ഗൈസ് എന്താണ്? ട്രിവാൻഡ്രോ. മാപ്പിൽ ഞാൻ പറഞ്ഞു അമ്പലത്തിന്റെ പേര് വടക്കോട്ടുകാവ് ചപ്പാത്തുമുക്ക് വടക്കോട്ടുകാവ് ക്ഷേത്രമോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ആണല്ലേ? ഗൈസ് അവിടെയാണ്. അപ്പൊ നാളെ അവിടെ പോകണം. അവിടെ പോയിട്ട് നേരെ ഞാൻ ജോക്കിയുടെ അടുത്തോട്ട് പോകാൻ, ചന്ദ്രന്റെ അടുത്തോട്ട് പോകാനാണ്. നാളെ മറ്റന്നാളും ഞാനൊരു 3 ദിവസം ഉണ്ടാവില്ല ഗൈസ്. 8, 9, 10 ഈ 3 ദിവസം ഞാൻ ഉണ്ടാവില്ല. 11-ാം തീയതി ലൈവ് വരാം. ലൈവ് മിസ്സാവൂല്ലേ? ഞായറാഴ്ച ഒരു വലിയൊരു പുള്ളി ലൈവ് വരുന്നുണ്ട്.
ഞായറാഴ്ച ലൈവ് വരുന്നുണ്ട്. അത് വലിയ പുള്ളി പറഞ്ഞില്ലേ? ആര്, നീയോ? അത് ഞാൻ ഒരു കമ്പാക്ക് ലൈവ് അത്. എടാ ഇനി എടാ നീ ദൈവം VC വരല്ലടാ പ്ലീസ് റാ. നീ VC വരല്ലേ, നീ VC വരല്ലേ. വീട് എടാ കിയ ഒന്ന് ഓടിക്കാൻ തരുമോ? എടാ ഇല്ലടാ, ഞാൻ വണ്ടി ഓടിക്കാൻ തരില്ല. നീ എന്നിട്ട് ഇത് മനസ്സിൽ വെച്ചിട്ട് നീ ഒരു സെൽറ്റോസ് എടുത്ത് നാളെ എന്റെ വീടിന്റെ ചുറ്റുമിട്ട് ഓടിക്കണം. എന്നിട്ട് നീ അവിടെ വണ്ടിയുടെ ഇത് നടന്നിട്ട് പറയണം 1 day എന്ന് പറഞ്ഞിട്ട് പോണത്. ഇത് നിന്റെ മനസ്സിലുണ്ടാവണം, ഞാൻ വണ്ടി ഓടിക്കാൻ തന്നില്ല എന്നുള്ളത്. മനസ്സിലായ? ചെവിയിലിങ്ങനെ മുഴങ്ങണം ആ സൗണ്ട്. എടാ ഇവന്റെ മോണ്ടേജ് ഇല്ലടാ. ഇവന്റെ മോണ്ടേജ് ഇൻസ്റ്റാഗ്രാമിലാ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മോണ്ടേജ്, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടില്ല. അവന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തടാ. ലൈവ് നോക്ക്. പറഞ്ഞതല്ലേ VC. ഇതാണ് ഫാൽക്കണ്ട. ഫാൽക്കണ്ട ഞാൻ വിളിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ വെയിറ്റ് എവിടെ ഫാൽക്കണ ഇവിടെ ലൈവാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ. എവിടെ ഫാൽക്കൺ? എവിടെ? ഓക്കെ, ഞാൻ ഒന്ന് ഫാൽക്കണിനെ ഒന്ന് എന്റെ VC-യിലേക്ക് വിളിച്ചിട്ടെ. എനിക്കിത് സത്യമാണോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. ഇത് സത്യം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വേറൊരു ക്ലിപ്പ് കാണിക്കാനുണ്ട്. ഓക്കെ. നോ ബ്രേക്കോ? എന്ത് നോ ബ്രേക്ക്? ഇല്ല എനിക്ക് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഇതാണ് ഗൈസ്. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇവിടെ ചിരിച്ചും കളിച്ചും നിങ്ങൾ ഈഗോ ഒന്നും ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. എൻ്റെ തലയിൽ ഓടുന്നത് എന്താണെന്നും എൻ്റെ പ്രശ്നങ്ങളെല്ലാം എന്താണെന്നെല്ലാം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. നിങ്ങൾക്ക് ഞാനിങ്ങനെ വന്നിരിക്കുന്നതൊന്നും നോക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അത് റാംബോ ലീഡർ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കും. എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. റാംബോ, ഷെയ്ക്കോ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ ലീഡർ ആക്കുക. മാക്കോ നിങ്ങളെ ഇഷ്ടം. ഫാൽക്കണ VC വാടാ. എൻ്റെ VC-ലോ വെയിറ്റിങ്ങിലോ? VC ലിങ്ക് നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ വെയിറ്റ് ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. നീ MRCൻ്റെ VC-ലേക്ക് വാ. ഞാൻ അവിടുന്ന് കൊണ്ടുപോവാം. ഓക്കെ. ഓൺ എയർ AC-ലോ? ഹലോ ഫാൽക്കോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിന്റെ എന്താ, നിനക്ക് പറയാനുള്ള എന്താ നിന്റെ കാര്യങ്ങൾ? ഒരു മിനിറ്റ്, നമുക്ക് താഴേക്ക് ഇരിക്കാം. അല്ല, നിനക്കിപ്പോ എന്തൊക്കെ എന്നോട് മാത്രമായിട്ട് എന്തേ പറയാനുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് അവിടത്തേക്ക് പോവാം. നിന്റെ ഇഷ്ടം. എങ്ങനെ? പ്രത്യേകിച്ചൊന്നുമില്ല. ലീഡർ VC-ലേക്ക്. എടാ ഫാൽക്കൺ ഒന്നും ഇരിക്കോ. ഹലോ എന്താ ഇപ്പൊ നിങ്ങക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള, നിന്റെ ഈ പറഞ്ഞ ചാറ്റ് ഇതിനെ കുറിച്ച് പറയാനുള്ള? ചാറ്റ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ RP അവരാതെന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ പോലെ എലീന എന്ന് പറഞ്ഞ് സ്ട്രീം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെക്കുറിച്ച് ഫാൽക്കൺ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഉള്ള പ്രോബ്ലം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്ന്. അപ്പം ബാക്കി പറഞ്ഞോളൂ ഫാൽക്ക. അത് തന്നെ. കാരണം ലൈക്ക് അത് ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്നുള്ള കാര്യം എനിക്ക് പോലും ഉറപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ഗ്രൂപ്പിനകത്തുള്ളതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പക്ഷെ എനിക്ക് അതില് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്.
ഇനി മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ സോറി പറയാം. കാരണം എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ആകെ ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ, ആ ഒരു ഫോട്ടോയ്ക്കകത്ത്, മനസ്സിലായ വേറെ ഒന്നും ഇല്ല. അതിൻ്റെ ചിലപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകളിലോ അല്ല താഴെയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ഉണ്ടാവും. പിന്നെ അത് ഏത് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ടെക്സസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, ഉള്ള ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം കേവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കേവിടെ ഗ്രൂപ്പിനകത്ത് ആക്ച്വലി ഇല്ല. ഞാൻ കേവിടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനത് പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ് എന്നോട്. എന്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, കാരണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബൈ മിസ്റ്റേക്ക് ആ ഒരു സമയത്ത് എന്നെ ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗ്യാങ്ങിന്ന് കളഞ്ഞുകൊണ്ടെന്ന് എനിക്ക് വിഷയമില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ എന്റെ ഒരു ലാസ്റ്റ് ഡിസിഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് ആസ് എ ലീഡർ. ഞാൻ ഓൾറെഡി ലീഡർ സ്ഥാനം കഴിഞ്ഞു. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളെ അഭിപ്രായം പറ. മാക്ക് ഓരോരാളായിട്ട് നിങ്ങൾ എന്താന്ന് തോന്നുന്നുള്ള അഭിപ്രായം പറ. മാക്ക് രാജുഭായ് ഷെയ്ഖ് പറഞ്ഞോളൂ. ഹലോ കേക്കാം. ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നു, ലൈക്ക് ഡിസിഷൻ എല്ലാരും എന്താ ഡിസിഷൻ എടുക്കുന്നത് നോക്കുന്നുണ്ട്. നമ്മളിപ്പം ലൈക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു. ഫസ്റ്റ് ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ അത് കണ്ടു, അപ്പൊ തന്നെ ഞാൻ ശരിക്കും വിളിച്ച് കാര്യം പറഞ്ഞു. ലൈക്ക് ഇത് ഉള്ള ഒരു ലൈക്ക് ഇത് സംഭവം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മെയിൻലി ഇതിന്റെ മെയിൻ ഫാക്ടർ ഞാൻ ഇത് പറഞ്ഞ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കും. ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇത് ഉള്ളതാണ് ലൈക്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ, അതായത് ഒരു പെൺകുട്ടിയുടെ നേരെ വന്നേക്കുന്ന ഒരു അലിഗേഷൻ എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ സ്പോട്ടിൽ നമ്മൾ ആക്ഷൻ എടുത്തതിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. കാരണം ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ലൈക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നൊന്നൊക്കെ അവൻ തന്നെ ഇപ്പൊ പറയുന്നു, അവൻ തന്നെ ഉറപ്പില്ല. അതിപ്പോ മറ്റേ ആ പേജിലെ ആൾക്കാർ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് നമ്മുടെ MRCയുടെ ഭാഗത്തുനിന്ന് ഈ ഡിസിഷൻ എടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു കാര്യം. ബാക്കി അവൻ പ്രൂവ് ചെയ്യുക, അവൻ ഇന്നസെന്റ് ആണെങ്കിൽ ലെറ്റ് ഹിം പ്രൂവ് ഹിംസെൽഫ്. അവനെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അവനെ പ്രൂവ് ചെയ്തിട്ട് അവൻ ഇന്നസെന്റ് ആണ് എന്ന് തെളിയിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഫ്രം MRC സൈഡ് നമ്മൾ ഈ ഡിസിഷൻ എടുത്തത് ലൈക്ക് അശ്വിൻ ചേട്ടൻ അടക്കം നമ്മളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. അശ്വിൻ ചേട്ടൻ ഡയറക്ട്ലി പറഞ്ഞാണ് ഈ ഡിസിഷൻ എടുക്കണം. നമ്മൾ അത് അപ്പം തന്നെ ലൈക്ക് അത് കണ്ടു, അത് ലൈക്ക് അത് വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ല, കാരണം ഇത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. ലൈക്ക് സോ നമ്മൾ അതിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അതിനുശേഷം ആള് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പൊ നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ, അല്ല പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു അന്വേഷണം. ഹലോ പറഞ്ഞോ. ഞാൻ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ എന്തായാലും എന്നെ കളഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ചാറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരായിട്ട് എന്നെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എന്റെ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പൊ എന്നോട് അഭിപ്രായം ചോദിച്ചില്ലേ, ഞാൻ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ആരുടെ ഭാഗത്ത് നിന്നാലും അത് ഒരിക്കലും അഫോർഡ് ചെയ്യില്ല. അതിന് ഇങ്ങനത്തെ ആക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി. ബാക്കി എന്താ പറയാനുള്ള എനിക്കൊന്നും പറയാല്ല. ഓക്കെ, ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തെളിവ് വേണ്ടേ? അതായത് ഇപ്പൊ ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളെ 35 ആൾക്കാരിൽ നമ്മളൊരു മെമ്പറാണ്, നമ്മളൊരു ബ്രദറാണ് ഇവൻ. അപ്പൊ ഈ ബ്രദർ ഈ പറഞ്ഞ പോലെ ഇവൻ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പ് വേണ്ട. ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നുള്ള ഓക്കെ, സംഭവം സത്യം, അവൻ്റെ നമ്പർ ആണെന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇത് AI കൊണ്ടാവാം, ഇത് എങ്ങനെ കൊണ്ട് വേണമെങ്കിലും ആകാം. ഇത് എൻ്റെ ഡിസിഷൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ലീഡറിന് പോയിനും എൻ്റെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇതിൽ സത്യമുണ്ട് ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ഇപ്പം ഈ പറഞ്ഞത് എങ്ങനെ സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും? ഇതിനെന്താ POV ഉള്ളത്? ഇതിനെന്താ തെളിവുള്ളത്? ഇപ്പോൾ ഫാൽക്കണിൻ്റെ എതിരെ ഇങ്ങനെ ഇതിനു മുമ്പും ഒരു ഇത് വന്നിട്ടുണ്ട്, നമ്മൾ കൊച്ചാപ്പിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എതിര് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് എനിമീസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരോ നോക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫാൽക്കൺ ഇത് ചെയ്തതാണെങ്കിൽ ഫാൽക്കൺ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രീമർ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക, ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാകേണ്ട കാര്യം തന്നെയാണ്. അത് ബാൻ കൊടുക്കേണ്ട പരിപാടി തന്നെയാണ്. അതിൽ യാതൊരു ഇതും നമുക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതിലൊരു തെളിവ് വരണം. ഇത് കണ്ടവന്മാരെല്ലാം അവിടെ വന്നിട്ട് മറ്റെന്തോ ഇതിട്ടൊന്നും സ്ക്രീൻഷോട്ട് ഇട്ടൊന്നും ഇവൻ്റെ എല്ലാം കുണ്ണ കണ്ടിട്ട് നമ്മളൊരു ബ്രദറിനെ എടുത്ത് കളയുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ ഇതില്ല. മനസ്സിലായി? ഇതിലൊരു തെളിവ്, ഒരു POV അല്ലെങ്കിൽ ഇതിലൊരു സത്യാവസ്ഥ വരണം. സത്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ഫാൽക്കണിൻ്റെ കൂടെയാണ്.
പക്ഷേ ഇതിൽ സത്യാവസ്ഥ വന്ന് ഫാൽക്കൺ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ഞാനടക്കം ഫാൽക്കണെ ഒരിക്കലും കോൺടാക്റ്റും ചെയ്യില്ല. ഫാൽക്കണുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാ ഞാൻ തീർക്കട്ടെ ഒരു മിനിറ്റ്. ഈ പറഞ്ഞ പോലെ ഫാൽക്കണിന്റെ എതിരെ ഇപ്പൊ നടക്കുന്ന ഈ കാര്യം ഇതിൽ സത്യം മനസ്സിലാവും. ഇത് കണ്ട ഏതോ ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾക്കിപ്പോ ഓൾറെഡി ഒരു ഓൺഗോയിങ് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇതിലൊരു POV, ഇതിലൊരു സത്യം. അല്ല, ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ഒരാളുടെ അടുത്ത് വരുന്നതെങ്കിൽ ഈ അലിഗേഷൻ വന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പോടെയും കോൺഫിഡന്റോടെയും വന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടേ? പകരം പുള്ളി തന്നെ പറയണത് എനിക്ക് അറിഞ്ഞൂടാ ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഫാൽക്കണ് ഡൗട്ടാണ്, അവന് ഡൗട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടായിട്ട് നിൽക്കണം അവന് അറിഞ്ഞൂടെന്ന്. അവൻ ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് നേരെ അങ്ങ് പറയണം ഞാൻ ഇത് ചെയ്തിട്ടില്ല, നീ എവിടുന്ന് വെച്ചാൽ പ്രൂഫ് കൊണ്ടുപോടാ എന്ന് സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ തീർന്നില്ലേ? ആരും ഒന്നും പറയൂലല്ലോ. ഇപ്പൊ ഇവന് ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്ന് ഇടണമായിരുന്നു, മനസ്സിലായ? അന്ന് അണ്ടി താങ്ങി നിന്നിട്ട് ഇന്ന് ഇത് ഇട്ടവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ ഫാൽക്കണതായി ഇപ്പം അവനെ വിളിച്ച് സംസാരിച്ച് അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവനെ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഇട്ടവന്മാരുടെ അടുത്ത് ഞാൻ പറയാണ്, നിനക്കൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ട് ഫാൽക്കൺ ഇത് ചെയ്തിട്ടുണ്ടെന്ന് 100% ഇതാണെങ്കിൽ ഇതിന്റെ ബാക്കി മൊത്തം നീയൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ മൊത്തം ഇതിന്റെ ഫുൾ POVയും പുറത്തു വരണം, മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവൻ ചാറ്റ് ചെയ്യണത് ഇതിന്റെ ഇടയ്ക്കുള്ള മെസ്സേജുകൾ മൊത്തം കാര്യം ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് നീയൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഷെയർ ഇട്ടോ. എന്തായാലും ഇത് ഇട്ടതായോളം ഇതിപ്പം കണ്ടോണ്ടിരിക്കുകയായിരിക്കും, മനസ്സിലായ? ഇത് ഇട്ടേല് കുഴപ്പമില്ല, പക്ഷെ ഇത് ഇടണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് അന്ന് ചെയ്യണമായിരുന്നു. അന്ന് ഇത് ചെയ്യാത്ത എന്ത്? അപ്പൊ എന്ത് ഇവന്മാർക്കൊന്നും ഉറപ്പില്ലായിരുന്നാ? അല്ലെങ്കിൽ അപ്പൊ ഇതിനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പം കൊണ്ട് ഇട്ടിട്ട് ഒരുത്തനെ കുറ്റക്കാരനാക്കേണ്ട കാര്യമില്ല, മനസ്സിലായ? ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഇവന്റെ കൂടെ നിന്ന എല്ലാരും കുറ്റക്കാരന്മാര് തന്നെയാണ്, മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കിയിട്ടുണ്ട്. ഈ ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ട ചാറ്റാണെന്ന്. ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഇട്ട സ്ഥലത്ത് ആ സമയത്ത് ഇതിനകത്ത് ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് എല്ലാവന്മാർക്കും ഈ പറയണത് പോലെ ഈ സാധനം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതുപോലത്തെ കുറച്ച് ഇൻസിഡൻസ് ബാക്ക് എൻഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇവന്മാരുടെ മനസ്സിൽ ഒരു ഹെയ്റ്റ് അറ്റ് ഇറ്റ്സ് എക്സ്ട്രീം പീക്കാ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത് ഇതാണ്, ഇതുപോലെ കുറെ സാധനങ്ങൾ പൊങ്ങി വരും, ഇതുപോലത്തെ കുറെ സാധനങ്ങൾ വരാനുണ്ട് ഇനി. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇപ്പൊ പല സെപ്പറേറ്റഡ് ഗാങ്ങിലായിട്ട് ഇതുപോലെ കുറെ ആൾക്കാർ MRCയിലും കുറെ ആൾക്കാർ ഇവിടെയാണ്. ഇപ്പൊ അവന്മാർക്ക് ഇവനോടൊക്കെയായി ദേഷ്യം. ഇത് വെളിയിൽ കൊണ്ടുവന്ന് ഇട്ടവനും ഇവന്മാരുടെ കൂടെ അന്നിരുന്ന് അവരാഴ്ച കൂട്ടത്തിൽ ആരോ ഉള്ള ഒരാളാ, പറയാതിരിക്കാൻ വയ്യ. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, ഒരു കേസ് ഫയൽ അലീനയുടെ ഹസ്ബൻഡ് കേസ് ഫയൽ ചെയ്യാന്നാണ് ബ്രോ പറഞ്ഞത്. അലീനയുടെ ഹസ്ബൻഡ് കേസ് ഫയൽ ചെയ്യാണെന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ഞാനിപ്പോ കിരൺ ചേട്ടനെ വിളിച്ചായിരുന്നു. കിരൺ ചേട്ടൻ ഇപ്പൊ കിരൺ ബ്രോ അടുത്ത് വിളിച്ചായിരുന്നു. കിരൺ ബ്രോ അടുത്ത് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അപ്പൊ ഇത് കൺഫേം ആണ്, ശരിയാണെന്നുണ്ടെങ്കിൽ അവർ കേസായിട്ട് ഫയൽ ചെയ്യുവാണെന്ന് പറഞ്ഞു. അലിഗേഷന്റെ പേരിൽ എന്തായാലും ഒരാളെ ഇതാക്കാൻ വേണ്ടി പറ്റൂല. ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരു ഉറപ്പ് വരണം. ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ഈ ഒരു ഓൺഗോയിങ് കോൺട്രവേഴ്സി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ അതിൽ ഒരു ബാക്കപ്പ് ഒരു അജണ്ട എന്തായാലും ഇതിൻ്റെ പേരിലുണ്ട്. ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതിലെ POV വരണം, ഇതിന് POV വരണം. അല്ലാണ്ട് നമ്മളെ കൂടുള്ള ഒരു മെമ്പറിനെ നല്ല ഒരു ബ്രദറിനെ നമ്മളെ 35 ആൾക്കാരിൽ ഒരു ബ്രദറിനെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ആക്ഷൻ എടുത്ത് ഇവനെ പുറത്താക്കുന്നതിന് പകരം ഇതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് അതിൻ്റെ POV ഉണ്ടെങ്കിൽ POV വന്നതിന് ശേഷമായി മാത്രമേ ഇതാക്കുന്നുള്ളൂ. അത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കാണ്ടിരിക്കുകയോ അങ്ങനത്തെ യാതൊരു പരിപാടിയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സത്യം വരണം. അതായത് അലീനക്കായാലും ഇതിൽ ഉറപ്പൊന്നുമില്ല, മനസ്സിലാവും? ആർക്കായാലും ഇതിൽ ഉറപ്പില്ല ഇത് ആരാന്നുള്ളത്. ഇത് POV വന്നാലേ ഉറപ്പ് വരൂ. ഒരാളെ എന്തുകൊണ്ട് അവരുടെ കരിയർ ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും എന്തിൻ്റെ പേരിൽ ഒരാളെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തിൻ്റെ പേരിൽ ഇതാക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾറെഡി ഫാൽക്കണ് ഹെയ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്, നിങ്ങൾക്കറിയാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓൾറെഡി ഹെയ്റ്റ് ഓൺഗോയിങ് ആണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഇങ്ങനൊരു സംഭവം വരാനും ഈ സംഭവം ഇതിന്റെ പേരിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എങ്ങനെയാടാ ഇങ്ങനെ ബ്രെയിൻ ഡെഡ് ആയി പോയത്? നീയൊക്കെ എങ്ങനെയാടാ ബ്രെയിൻ ഡെഡ് ആയി പോയത്? ഇവന്മാരുടെ കൂട്ടത്തിൽ ഇവന്റെ കംഫർട്ടബിൾ ഇതിനകത്ത് ഇരുന്ന് ഇട്ട മെസ്സേജ് എങ്ങനെയാടാ എനിക്ക് കിട്ടുന്നത്? ഞാൻ എങ്ങനെയാണ് ഇത് ലീക്ക് ചെയ്യുന്നത്? T47 അടി മേടിച്ച അത് അവിടെ TVA അല്ലെ അവിടെ ഈകള്, EVX തല്ലിയ അവിടെ ഈകള്. അതെ, ഒരിക്കലും
ഫാൽക്കണെ തിരിച്ചെടുക്കൂലെന്ന് പറഞ്ഞിട്ടല്ല ഫാൽക്കണെ പുറത്താക്കിയത്. ഫാൽക്കനെ ഇതിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഫാൽക്കന്റെ അടുത്തും കൂടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് പുറത്താക്കിയത്, അല്ലെ ഫാൽക്ക? ചോദിച്ചിട്ട് പുറത്താക്കിയപ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നീ അല്ല, നീ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നീ തെളിയിക്കാൻ നോക്ക്. അതുവരെ പുറത്ത് നിന്ന്, കാരണം ആദ്യമേ നീ പുറത്ത് നിന്നില്ല. കാരണം ഇതിന്റെ അകത്ത് നിക്കണടുത്തോളം ഓരോ അടുത്തൊന്നും ഓരോ കുണ്ണാള് നാളെ തൊട്ട് ലൈവിൽ അവരാധിക്കാൻ തുടങ്ങും. വെറുതെ എന്തിനാണ് അവരാധിക്കാൻ വേണ്ടിട്ട് ഇവന്റെ പേര് എല്ലായിടത്തും എടുത്തിട്ട് കൊടുക്കണത്? അവൻ പുറത്തായി, ആ കാര്യം കഴിഞ്ഞ്. ഇനി ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് വിട്ടവന്മാരില്ല, ആ കുണ്ണാള് ബാക്കി സാധനങ്ങൾ പുറത്തിട്ടുക, ഈ സാധനങ്ങൾ പുറത്തിട്ടിട്ട് തെളിയിക്കട്ടെ. ഫാൽക്കൻ തന്നെ അത് ചെയ്തിട്ടുള്ള പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. അതെ, ഈ കണ്ടവന്റെ ഇവന്റെ ഒന്നും സ്ക്രീൻഷോട്ടോ ഇത് മൈരൊന്നും കണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മെമ്പറിനെ അടുത്ത് കളയുന്ന ഓരോ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതാക്കിയിട്ട് അതിന്റെ ഡിസിഷൻ എടുക്കണം. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഒരിക്കലും ഫാൽക്കണ്ണ ഇതാക്കല്ല. ഫാൽക്കൺ ഗിൽറ്റി ആണെങ്കിൽ അൺടിൽ ഹിസ് ഗിൽറ്റി, അതായത് ഓൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്നവരെ ഓൻ കുറ്റവാളിയല്ല. മനസ്സിലായോ? ഓൻ കുറ്റവാളി ആവുന്നത് ഓൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മൊത്തത്തിൽ അത് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഇത് ആരോ വന്ന് ആരോ എന്തോ ചെയ്തു ആരോ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്കൊരാളെ ഇതാക്കുന്നതിൽ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ഈ ഇതില് മൊത്തം MRCയിൽ നമ്മൾ 35 പേരെ എടുത്തിട്ടുണ്ട്, കുറച്ചുപേര് ബെഞ്ചിൽ ഇരിപ്പുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ ഈ 35 പേരില് എല്ലാവരെ കുറച്ചും ഇതേ കണക്ക് ഇതില് പല ആൾക്കാരും പല പല ഗ്യാങ്ങിലും കാര്യത്തിലൊക്കെ കളിച്ച ആൾക്കാരാണ്. മനസ്സിലായ? അപ്പൊ എല്ലാരെ കുറിച്ച് നാളെ ഓരോ സ്ക്രീൻഷോട്ട് വീതം നീയൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാരെയും നമ്മൾ നോക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടെ MRC കയറിയിട്ട് ചെയ്തതല്ല, ഇത് പണ്ടത്തെ കാര്യമാണ്. പക്ഷെ തെറ്റ് ചെയ്തതാണ്, അത് വലിച്ചോണ്ടിരി. മനസ്സിലായ? ആ തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന്, ഇത് ഫാൽക്കൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവന്മാരടുത്ത് പറ. ഞാൻ ഒരു മിനിറ്റ് റാംബോ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഞാൻ ചാറ്റ് കണ്ടിട്ട് പറയുന്നത് ഇതിനകത്ത് ഡിസിഷൻ, അതായത് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, അലിഗേഷനെതിരായിട്ടുള്ള ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ MRC സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ആ വരുന്ന പോലെ എന്താണോ കാര്യങ്ങൾ അതിന് അക്കോർഡിംഗ്ലി ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാവരും ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം മാനേജ്മെന്റ് സൈഡ് അടക്കം സംസാരിച്ച്, അതായത് ഞാനോ ഷെയ്ക്കോ മാത്രം അല്ലെങ്കിൽ ഷമീറോ മാത്രം എടുത്ത ഡിസിഷൻ അല്ല ഇത്. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അശ്വിൻ ചേട്ടൻ അടക്കമുള്ളവർ വന്ന് സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എടുത്ത ഡിസിഷനാണിത്. അല്ലാതെ ഇത് 1, 2, 3 പേര് തോന്നിയാസിന് എടുത്ത ഡിസിഷൻ അല്ലാതെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഡിസിഷന് ഈ ഡിസിഷൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഡിസിഷൻ ഇപ്പം ആദ്യമേ എടുക്കാനില്ല തുടക്കത്തിൽ. ബട്ട് ആരെയും നമ്മൾ ഒരു പാർട്ട് ഓഫ് സാധനം കണ്ടിട്ട് നമ്മളൊന്നും ചെയ്യണില്ല. ബട്ട് ഈ ഡിസിഷൻ എടുത്തു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഇനിയും മുമ്പോട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഉള്ള റിമൂവൽ ടൈമിൽ പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പൊ എല്ലാവർക്കും സാധാരണ ഒരാളുടെ ഒരു അലിഗേഷൻ വന്നു കഴിയുമ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള ഇത് കൊടുക്കുമല്ലോ നമ്മൾ. പക്ഷെ ഇതൊരു അത്രയ്ക്കും ഇത് നമുക്ക് ഒട്ടും ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരാളിനോട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓഡിഷൻ എടുത്തത്. അങ്ങനെ ഒരു ഡിസ്റെസ്പെക്ട് നമ്മൾ ചെയ്യില്ല ഒരിക്കലും. സോ ഇനി മുമ്പോട്ട് എന്താണോ അവിടെ ഫാൽക്കണിന്റെ ഭാഗം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. അവരെന്തൊക്കെയോ ഇടുമെന്ന് പറയുന്നുണ്ട് 2 ദിവസത്തിനുണ്ട്. അവരിട്ടത് ബാക്കി കാണിക്കട്ടെ, എന്താ സംഭവം നോക്കാം. ഇതിപ്പോ എന്തായാലും ഈ ഒരു കാര്യത്തിൽ MRCയുടെ ഡിസിഷൻ എന്തായാലും ആൾക്കാർക്ക് അറിയണമായിരുന്നു. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലാതെ ഒരു എന്താ പറയണ്ടേ പെട്ടെന്ന് ചാടിക്കേറി ഒരാളോ 2 ആളോ അടുത്ത ഡിസിഷൻ അല്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിട്ട് ഞാൻ രണ്ടാമത് പിന്നെ സംസാരിച്ചത്. ബാക്കി കണ്ടിന്യൂ ചെയ്തു ശങ്കര. അല്ല, ഈ പറഞ്ഞ പോലെ ഇവിടെ മാരി എന്ന് ചോദിക്കുന്നുണ്ട്. മാരിയുടെ കേസ് ആ സമയത്ത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തായിരുന്നു. അത് വീണ്ടും ആ പേര് കൊണ്ടുവരുന്നു. ഷമീർ ഒരു മിനിറ്റ്, ഫാൽക്ക ആ സമയത്ത് നീ ഏത് ഗ്യാങ്ങിലാണ് കളിച്ചോണ്ടിരുന്നേ? രാജീവ് അതിന് ഇത് എപ്പോ ഇട്ടതാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പല ലീനയുടെ കേസ് തുടങ്ങിയ സമയത്ത് മറ്റേ ഇത് അലീനയുടെ കേസ് നമ്മളെ ഇവൻ സ്ട്രാങ്കിന്റെ സീൻ നടന്ന ഓർമ്മയുണ്ടല്ലോ. ആ സമയത്തുള്ള കേസ് തന്നെയാണ് വീണ്ടും വന്ന് ഇത് അവിടത്തെ ഇഷ്യൂ വരുന്നുണ്ട്. അല്ലാതെ അലീനയുടെ കേസ് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തുള്ള ഇത് തന്നെയായിരിക്കും കോൺവെർസേഷൻ ഉറപ്പായിട്ടും. അത് നീയാണ് ആ സമയത്ത് നീ അതൊക്കെ കളിച്ചോണ്ടിരുന്ന KV. അപ്പൊ ഞാൻ കുറെ നേരം ടെക്സസ് മാത്രം കിടന്നുകൊണ്ട് കുറെ പേര് ഞാൻ പറയുന്നുണ്ട് ടെക്സസ് പറഞ്ഞ കാര്യമില്ല. ടെക്സസ് അപ്പൊ ആ സമയത്ത് KV കളിച്ചോണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു, ടെക്സസ് അല്ല. അതുകൊണ്ട് അപ്പൊ ആ ഗ്രൂപ്പും ഉണ്ട് അവന്റെ കയ്യിൽ. എന്റെ ഗ്രൂപ്പ് ഞാൻ എല്ലാം നോക്കിയത് നമ്മളെ ഗ്രൂപ്പ് എന്തായാലും ഇങ്ങനത്തെ ഒരു സംസാരം നടന്നിട്ടില്ല. പിന്നെ KVയുടെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിൽ. പക്ഷെ നമുക്ക് ചാറ്റൊക്കെ നോക്കാൻ പറ്റും. ഇല്ലെന്നുള്ള ഗ്രൂപ്പിന് പഴയ ചാറ്റൊക്കെ എനിക്ക് നോക്കാൻ പറ്റും. നീ നോക്കിയോ? ഇല്ല, ഇതുവരെ ഞാൻ തപ്പിയിട്ടില്ല.
അല്ല നിനക്ക് നീ ഇങ്ങനെ ഒരു തപ്പണ്ട, നീ എല്ലാം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങുക, അതായിരിക്കും നിനക്ക് നല്ലത്. കിക്ക് 35 മെമ്പേഴ്സോ? ഓക്കെ. അപ്പൊ ഷെയ്ക്കിനൊന്നും പറയാനില്ലേ? ഷെയ്ക്ക് പോയോ? വീശിയില്ല. അല്ല എനിക്ക് ഈ തീരുമാനത്തിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൊരു ബാക്കിയൊക്കെ അവരുടെ ഡിസിഷനും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെയാണ്. ഞാൻ എൻ്റെ കാര്യം പറയാം ഗൈസ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ ശരിക്കും ആർക്കാണെന്ന് ഇവരെ മനസ്സിലാക്കിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ പിന്നെ ഇവരെ ഇമ്പ്രസ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു സാധനം ഒരു തെറ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ബേസിക് ഗട്ട്സ്, ഞാൻ അത് ചെയ്തിട്ടില്ലടാ, നിനക്ക് പറ്റുമെങ്കിൽ അത് പ്രൂവ് ചെയ്യ് എന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് വേണം. മനസ്സിലായോ? അപ്പോൾ വീഡിയോ കണ്ടോ അയ്യോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം അങ്ങനെ ഒരു കാര്യം പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിച്ചു തരാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇന്ന് ഇവർ വരാനുള്ള കാരണം അതിനകത്ത് ഈ ഒരു സ്റ്റോറി ഇത് എക്സ്പോസ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറിയാണ്. നമ്മൾ ഫുൾ റൈറ്റ് നൗ എക്സ്പോസ് ആക്കിയാൽ they will find loopholes to counter it. So let's wait for MRC and Falcon's reply and then we will expose everything slowly. Try saying it's fake in your life. You are going to get fucked from #avaradhi. അതായത് അവന്മാർ ഒറ്റയടിക്ക് ഇത് മൊത്തം കൂടെ വിടാതെ ഇത് എപ്പിസോഡായിട്ട് ഇരുന്ന് അപരാധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായോ? അതായത് അവർക്ക് ഇന്ന് ഫാൽക്കൺ പറയുന്ന റിപ്ലൈ അനുസരിച്ചിട്ട് വേണം അവർക്കിത് തീരുമാനിക്കാൻ. അതായത് ഇനി അടുത്ത ലൈവിൽ എന്ത് കാണിക്കണം, അടുത്ത ഇതൊന്ന് എന്താക്കണം എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ ഇന്ന് പുള്ളി വന്നിട്ട് ഞാനിത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, അവൻ അത്രയ്ക്ക് ഉറപ്പുള്ള അവൻ അത് ചെയ്യാത്ത കുറ്റമാണെങ്കിൽ നേരെ വന്നിട്ടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ലെന്ന്.